നമസ്കാരം. സഹകാര്യം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. കേരള ബാങ്കിനെ തരം താഴ്ത്തിയ RBIയുടെ നടപടി പക്ഷപാതപരമാണെന്ന് വിമർശനമുയരുന്നു. സഹകരണ വായ്പാ മേഖലയുടെ ത്രിതല സംവിധാനത്തിൽ നിന്നും ദ്വിതല സംവിധാനത്തിലേക്കുള്ള പരിവർത്തനത്തിൽ രാജ്യത്തിന് മാതൃക തീർത്ത കേരള ബാങ്കിനെതിരായ നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ സഹകരണ നയത്തിന് ബദലാണ് കേരള ബാങ്കും സംസ്ഥാന സഹകരണ മേഖലയും മുന്നോട്ട് വയ്ക്കുന്നത്. അമിത്ഷാ കേന്ദ്ര സഹകരണ വകുപ്പ് മന്ത്രിയായതോടെ കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കാൻ ആസൂത്രിത നീക്കം നടക്കുന്നതായും വാർത്തകൾ വരുന്നു. കരിവന്നൂരിനെ രാഷ്ട്രീയായുധമാക്കുന്നതും മൾട്ടി സ്റ്റേറ്റ് സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്ര നടപടികളും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. എന്നാൽ കേരള ബാങ്ക് മുന്നേറ്റത്തിന്റെ പാതയിലാണ് എന്നത് വസ്തുതാപരമായ കാര്യമാണ്. ജനവിശ്വാസ്യത നേടി മുന്നേറുന്ന കേരള ബാങ്കിന് പ്രവർത്തന ലാഭത്തിലും കുതിപ്പ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ബാങ്കിന്റെ അറ്റലാഭം 209 കോടി രൂപയായി ഉയർന്നു. മുൻ വർഷത്തിനേക്കാൾ 10 ഇരട്ടിയാണ് വർധന. 2022-23 സാമ്പത്തിക വർഷം 20.5 കോടി രൂപയായിരുന്നു അറ്റലാഭം. രൂപീകൃതമായ ശേഷം 5 സാമ്പത്തിക വർഷങ്ങളിലും ബാങ്ക് അറ്റലാഭം നേടി. നിക്ഷേപത്തിലും വായ്പയിലും മൊത്തം ബിസിനസ്സിലും ക്രമാനുഗത വളർച്ചയുണ്ടായി. മൊത്തം ബിസിനസ് 2020 മാർച്ച് 31-ലെ 1,01,194 കോടി രൂപയിൽ നിന്നും ഈ വർഷം മാർച്ച് 31 ആയപ്പോൾ 1,86,582 കോടി രൂപയായി ഉയർന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷം പുതിയതായി 19,601 കോടി രൂപ വായ്പ അനുവദിച്ചു. കാർഷിക മേഖലയിൽ 99,700 വായ്പകളും ചെറുകിട സംരംഭ മേഖലയിൽ 85,000-ലധികം വായ്പകളും നൽകി. നബാർഡിൽ നിന്നുള്ള കാർഷികേതര വായ്പ 6,173 കോടിയിൽ നിന്നും 11,113 കോടി രൂപയായി ഉയർന്നു. നടപ്പ് സാമ്പത്തിക വർഷം 80% വർധനവാണ് രേഖപ്പെടുത്തിയത്. സഹകരണ ബാങ്കുകളുടെ സൂപ്പർവൈസറായ നബാർഡ് നടത്തുന്ന വാർഷിക പരിശോധനയിൽ കേരള ബാങ്കിനെ ഗ്രേഡ് ബിയിൽ നിന്നും സിയിലേക്ക് മാറ്റിയത് പ്രവർത്തനങ്ങളെ വലിയ തോതിൽ ബാധിക്കില്ലെന്നും പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കലും CEO ജോർട്ടി എം ചാക്കോയും അറിയിച്ചു. വ്യക്തിഗത വായ്പ, ജാമ്യ വായ്പ എന്നിവയുടെ പരിധി 40 ലക്ഷം രൂപയിൽ നിന്നും 25 ലക്ഷം രൂപയായി കുറയുമെന്ന് മാത്രം. ബാങ്കിന് 48,000 കോടി രൂപയുടെ വായ്പയുണ്ട്. ഇതിൽ ഏകദേശം 3% വ്യക്തിഗത ജാമ്യ വായ്പകൾ. ബാങ്കിന്റെ നിക്ഷേപത്തെയോ പ്രധാന വായ്പകളെയോ ഗ്രേഡിംഗ് ബാധിക്കില്ല. കാർഷിക വായ്പ പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് പരിധിയില്ലാതെയും വ്യക്തികൾക്ക് ഭവന വായ്പ 75 ലക്ഷം രൂപ വരെയും അനുവദിക്കുന്നുണ്ട്. കഴിഞ്ഞ പരിശോധനയിൽ നബാർഡ് ചൂണ്ടിക്കാട്ടിയ കുറവുകൾ ഭൂരിഭാഗവും പരിഹരിക്കാൻ ഈ സാമ്പത്തിക വർഷം ബാങ്കിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് ഇരുവരും അറിയിച്ചു. ജനകീയ ബാങ്ക്. സഹകരണ മേഖലയിൽ ശ്രദ്ധേയമായ മുന്നേറ്റം നടത്തി തൃപ്പൂണിത്തുറ പീപ്പിൾസ് അർബൻ ബാങ്ക്. 1000 കോടി രൂപയിലധികം നിക്ഷേപവുമായി ടയർ 3 അർബൻ ബാങ്ക് എന്ന പദവിയിലേക്ക് തൃപ്പൂണിത്തുറയിലെ പീപ്പിൾസ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് നില മെച്ചപ്പെടുത്തി. ടയർ 2 നിലവാരത്തിലുള്ള ഫിനാൻഷ്യലി സൗണ്ട് ആൻഡ് വെൽ മാനേജ്ഡ് പദവിയാണ് ബാങ്കിന് ഇതുവരെ ഉണ്ടായിരുന്നത്. നിലവിലുള്ള ഭരണസമിതിയുടെ 1ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പുതുതായി ആരംഭിച്ച 3 കറന്റ് ആൻഡ് സേവിങ്സ് അക്കൗണ്ട് നിക്ഷേപ പദ്ധതികളുടെ ഉദ്ഘാടനം
കഴിഞ്ഞ ദിവസം 21 പ്രമുഖർ ബാങ്കിന്റെ 21 ശാഖകളിൽ നിർവഹിച്ചു. 2023-24 സാമ്പത്തിക വർഷത്തെ വാർഷിക പൊതുയോഗം ജൂലൈ 21 ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കും. SSLC, +2 വിഭാഗങ്ങളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ബാങ്ക് അംഗങ്ങളുടെയും ജീവനക്കാരുടെയും കുട്ടികൾക്ക് ക്യാഷ് അവാർഡ് ഈ ചടങ്ങിൽ വിതരണം ചെയ്യും. മുൻനിര നിക്ഷേപകരെ ആദരിക്കുന്ന ചടങ്ങും ഇതിനോടനുബന്ധിച്ച് നടക്കും. ഓഹരി ഉടമകൾക്ക് 12% ലാഭവിഹിതത്തിന് ശുപാർശയുണ്ടെന്ന് ബാങ്ക് ചെയർമാൻ TC ഷിബു, ബാങ്ക് CEO KJ പ്രസാദ് എന്നിവർ അറിയിച്ചു. മേഖലയിൽ ശ്രദ്ധേയമായ മുന്നേറ്റം നടത്തി തൃപ്പൂണിത്തുറ പീപ്പിൾസ് അർബൻ ബാങ്ക്. ഇപ്പോൾ 1000 കോടി നിക്ഷേപം സേവന സൗകര്യം ലഭ്യമല്ലാത്ത പ്രദേശങ്ങളിലേക്ക് ബാങ്ക് പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ അധികം താമസിയാതെ തന്നെ പട്ടിമറ്റത്തും തുടർന്ന് നോർത്ത് പറവൂരിലും ബ്രാഞ്ചുകൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ദ്രുതഗതിയിലുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ നിലയിൽ ഞങ്ങൾ നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ജനവിഭാഗങ്ങളുടെ ഭാഗത്തുനിന്നും നല്ല പിന്തുണയും സഹായങ്ങളും ലഭിച്ചു പോരുന്നുണ്ട്. ഇക്കാര്യത്തിൽ ബാങ്കിൻ്റെ ഭരണസമിതിക്കുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി എല്ലാവരെയും ഈ സന്ദർഭത്തിൽ അറിയിക്കുന്നു. പെരിങ്ങണ്ടൂർ സഹകരണ ബാങ്ക് ഞാറ്റുവേല ചന്ത കവി വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് സുരേഷ് ബാബു അധ്യക്ഷനായി. യോഗത്തിൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് PB പീതാംബരൻ, ബാങ്ക് സെക്രട്ടറി V മനോജ് കുമാർ, മുണ്ടത്തിക്കോട് കൃഷി ഓഫീസർ VA ശ്വേത എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ പ്രദേശത്തെ 75 കർഷകരെ ആദരിച്ചു. സ്കൂൾ തോട്ടങ്ങൾക്കും വനിതാ സംഘങ്ങൾക്കും പച്ചക്കറി തൈകളും വിതരണം ചെയ്തു. ചന്ത 23-ന് സമാപിക്കും. സംസ്ഥാനത്ത് വീണ്ടും സാമൂഹ്യ പെൻഷൻ വിതരണം
പെൻഷൻ മുടങ്ങിയെന്ന ആക്ഷേപം ഉയരുന്നുണ്ടെങ്കിലും സാധ്യതയ്ക്കനുസരിച്ച് ഇടപെടുമെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് സംസ്ഥാന സർക്കാർ. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഒരു ഗഡു വിതരണം ഇന്ന് തുടങ്ങുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 16,600 രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക. ഇതിനായി 900 കോടി അനുവദിച്ചു. പതിവ് പോലെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് വീട്ടിലും പെൻഷൻ എത്തിക്കും. അതത് മാസം പെൻഷൻ വിതരണത്തിന് നടപടി സ്വീകരിക്കുമെന്ന് ഈ വർഷത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. ഇതനുസരിച്ച് മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലും പെൻഷൻ നൽകിയിരുന്നു. സഹകരണ സ്ഥാപനങ്ങൾ നാടിൻ്റെ നന്മയ്ക്ക് കരുത്തേക്കാൻ ഒരുമിക്കാം സന്ദേശമുയർത്തി കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ പോലീസ് സൊസൈറ്റി യൂണിറ്റ് കലൂരിൽ സംഘടിപ്പിച്ച ജനകീയ ക്യാമ്പയിൻ ജില്ലാ സെക്രട്ടറി KA ജയരാജ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KS പ്രീതി അധ്യക്ഷയായി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി M രാജു മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പോലീസ് വായ്പാ സഹകരണ സംഘം സെക്രട്ടറി AK ബിന്ദു, TS പ്രദീപൻ, AS കൃഷ്ണദാസ്, TR കൃഷ്ണകുമാർ, PS പ്രിയ എന്നിവർ സംസാരിച്ചു. അംഗങ്ങളുടെ മക്കളിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. തായന്നൂർ സർവീസ് സഹകരണ ബാങ്ക് ക്ലായിക്കോട് ശാഖ നവീകരിച്ച കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. കേരള ബാങ്ക് ഡയറക്ടർ സാബു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് C രാജേന്ദ്രൻ അധ്യക്ഷനായി. സെക്രട്ടറി TV കൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് M ലക്ഷ്മി ഹൗസ് ഡിപ്പോസിറ്റ് സ്കീം ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് രജിസ്ട്രാർ P ലോഹിതാക്ഷൻ പുതിയ നിക്ഷേപം സ്വീകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K ഭൂപേഷ് വായ്പാ വിതരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ രജനി കൃഷ്ണൻ, P ഗോപാലകൃഷ്ണൻ, MB ജഗന്നാഥൻ, ബാനം കൃഷ്ണൻ, AR രാജു, U ഉണ്ണികൃഷ്ണൻ, U തമ്പാൻ, V കരുണാകരൻ നായർ, TV ജയചന്ദ്രൻ, PV തങ്കമണി, മാണിയൂർ ബാലകൃഷ്ണൻ, പ്രമോദ് വർണ്ണം, P ശാന്തകുമാരി, വിജയൻ കോട്ടയ്ക്കൽ എന്നിവർ സംസാരിച്ചു. KK കുഞ്ഞിരാമൻ സ്വാഗതവും K സതീശൻ നന്ദിയും പറഞ്ഞു. സഹകരണ ബാങ്കുകളിലെ ഏറ്റവും പ്രധാന വായ്പയാണ് സ്വർണ്ണപ്പണയ വായ്പ. എന്നാൽ ഏറ്റവും അപകടം പതിയിരിക്കുന്നതും ഈ വായ്പകളിലാണ്. പലപ്പോഴും സ്വർണത്തിന്റെ ശുദ്ധി നിർണയം വെല്ലുവിളി ഉയർത്തുന്നു. ഈ സാഹചര്യത്തിൽ സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് സ്വർണ്ണ ഉരുപ്പടികൾ പണയമായി സ്വീകരിക്കുന്നതിന് സ്വർണ്ണ പരിശോധന പരിശീലന പരിപാടികളുമായി സഹകാര്യം കൊച്ചി. കേന്ദ്ര സർക്കാരിൻ്റെ കോർപ്പറേറ്റ് മന്ത്രാലയത്തിൻ്റെ അംഗീകാരമുള്ള സഹകാര്യം വിദഗ്ധരായ അപ്രൈസർമാരുടെ നേതൃത്വത്തിലാണ് ക്ലാസുകൾ നടത്തുക. സ്ഥാപനത്തിലെത്തി ജീവനക്കാരെ ചെറു ഗ്രൂപ്പുകളാക്കി തിരിച്ച് പരിശീലനം നൽകുന്നതാണ് ഈ പ്രോഗ്രാം. സംസ്ഥാനത്ത് വ്യാപകമായി മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തുന്നതായി വാർത്തകൾ വന്നിരുന്നു. ജീവനക്കാരുടെ സ്വർണ്ണ പരിശോധനയിലെ പ്രായോഗിക പരിജ്ഞാനക്കുറവ് തട്ടിപ്പുകാർ മുതലെടുക്കുകയാണ് പല സ്ഥലത്തും എന്നതാണ് വസ്തുത. മുക്കുപണ്ടം പണയം വെച്ചുള്ള തട്ടിപ്പ് വാർത്തയാകുന്നതോടെ സംഘങ്ങളുടെ സൽപ്പേരിന് കളങ്കം വരികയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിലാണ് സഹകരണ മേഖലയിലെ കുറ്റമറ്റ സ്വർണ്ണ വായ്പാ വിതരണത്തിൽ സഹായകമാകുന്ന ക്ലാസുകൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതെന്ന് സഹകാര്യം പഠന വിഭാഗം അറിയിച്ചു. ശനി, ഞായർ അവധി ദിവസങ്ങളിലാണ് ക്ലാസുകൾ സംഘടിപ്പിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9605890002.